നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹായ്. വിശപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? നിങ്ങൾക്കും എല്ലാവർക്കും വിശപ്പെന്ന് പറയുന്നത് ഒന്നുപോലെയാണ്. ചില ഹോട്ടലിലൊക്കെ കയറി നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നമ്മളിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങും. ചിക്കൻ മേടിക്കും, മീൻ മേടിക്കും എന്ന് വേണ്ട, അവിടെ കിട്ടുന്നതെല്ലാം. അപ്പോൾ അവിടെയൊക്കെ ഈ ക്ലീൻ ചെയ്യാൻ വരുന്ന വെയിറ്റർമാരല്ലേ, മിക്കവാറും ഹിന്ദിക്കാരൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മലയാളികൾ ഇപ്പോൾ പൊതുവെ കുറവാണ്, ഹിന്ദിക്കാരാണ് ഇപ്പോൾ കൂടുതൽ. നിസ്സാര പ്രായമൊക്കെ എത്തി വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ജോലിക്ക് ഒരു അന്യ സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുന്ന സാധാരണപ്പെട്ട മനുഷ്യർ. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഇപ്പോൾ ഞാനൊരു ഹോട്ടലിൽ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ടേബിളിൽ ബിരിയാണി മേടിച്ചിട്ട് ഒരു വറ്റ് വാരി കഴിച്ചിട്ട് പോയിരിക്കുന്നു. അതുപോലെ ബീഫ് ഒന്നും വേണ്ട, ചിക്കന്, ഇങ്ങനെയുള്ള പൊരിച്ച സാധനങ്ങൾ, മീൻ വറുത്തത് എല്ലാം ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഇങ്ങനെ വെയിറ്ററായിട്ട് ഒരു 17 വയസ്സ് കാണും ആ പയ്യന്. ഒരു പ്രായപൂർത്തി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ പയ്യൻ ഇങ്ങനെ നടന്നു വന്ന് ആ മിച്ചം വെച്ചിരിക്കുന്ന ആ ഭക്ഷണത്തെ നോക്കി എന്തോ അവൻ്റെ മനസ്സിൽ അവൻ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്നായിരിക്കും ഒരു പക്ഷെ. ആ ഹോട്ടലുകാർ അവർക്ക് കൊടുക്കണമെന്നില്ല. മിച്ചം വരുന്ന ഫുഡുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നെങ്കിലാണ് അവർക്ക് ഇതൊക്കെ കഴിക്കാൻ കിട്ടുക. അല്ലെങ്കിൽ അതെല്ലാം ബിസിനസ്സിൻ്റെതായ തലത്തിലൂടെ അതെല്ലാം വിറ്റ് തീർക്കാനുള്ള ശ്രമമായിരിക്കാം. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അവനത് കിട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ ഈ മിച്ചം വെച്ചിട്ട് പോയവരോ? ജീവിതത്തിൽ ഒരിക്കലും അന്നം നമ്മളങ്ങനെ വെച്ചിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരിക്കൽ നമ്മൾ ആ അവസ്ഥയെത്തും. എനിക്ക് വളരെ വിഷമം തോന്നി. അവന് എന്തുമാത്രം ആഗ്രഹം കാണും അത് കഴിക്കാൻ. അവൻ കഴിച്ചിട്ട് പോലും കാണാത്ത ഭക്ഷണങ്ങളായിരിക്കും അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ ആ വേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം അവന് കൊണ്ട് കളയാനേ നിർവാഹമുള്ളൂ. അതിനകത്ത് നിന്ന് അങ്ങനെ എടുക്കുന്ന ആരെങ്കിലും കണ്ടാലോ, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ആരെങ്കിലും കണ്ടാലോ, പിന്നെ തീർന്നു കഥ. എന്തുമാത്രം മോശമാണ് ആ കാണിക്കുന്നത്. നമുക്ക് വേണ്ട ഭക്ഷണം മേടിക്കുക, വേണ്ട ഭക്ഷണം കഴിക്കുക, മിതമായ ആഹാരം കഴിക്കുക. അല്ലാതെ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്ത് നമ്മൾ കളയരുത് എന്നൊരപേക്ഷയാണ്. കാരണം ഇത് കഴിക്കാതെ നടക്കുന്ന ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ. ദയവ് ചെയ്ത് ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാതെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.